ഹലോ ഗൈസ്, ലാസ്റ്റ് വീക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഞാനൊരു സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ 1:2 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാനും പറ്റിയിട്ടുണ്ട്. ഈ ട്രേഡ് ഞാൻ പ്രീ മാർക്കറ്റ് ആയിട്ട് നമ്മുടെ ഡിസ്കോഡിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെമ്പേഴ്സ് അതെടുത്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ട്രേഡ് ആയിരുന്നു ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർലി മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അപ്പ് ആവും എന്നുള്ളതായിരുന്നു എൻ്റെ അനാലിസിസ് വന്നത്. ഫൈനലി മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മൾ പ്ലാൻ ചെയ്ത ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ആവുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ട്രേഡ് എടുക്കാനുണ്ടായ റീസൺസ് കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒന്ന് എന്ത് ചെയ്യാം, അനാലിസിസ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ ചാർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ട്രേഡ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലോട്ടാണ് എന്ത് ചെയ്തത്, വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 1 hour ടൈം ഫ്രെയിമിലോട്ട് ഒന്ന് ചാർട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, മാർക്ക് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് ക്ലിയർലി ആ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, നല്ല രീതിയിൽ അപ്പിലോട്ട് മൂവ് ആവാനുള്ള റിജക്ഷൻസ് കാണിച്ചു തുടങ്ങി. ഈ റിജക്ഷൻസ് കിട്ടിയ പാടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 50 മിനിറ്റ് ചാർട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി പ്ലേസ് ചെയ്തു. ഇതിന്റെ താഴെലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. ഈ ഒരു ഏരിയ, അടുത്ത റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഏരിയയിൽ നമ്മളെ ടി പിയും സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ടി പി ക്ലിയർലി ഹിറ്റായിട്ട് വീണ്ടും മാർക്കറ്റ് ഹൈയിലോട്ടാണ് എന്ത് ചെയ്തത്, പോയത്. ഏകദേശം 40 rupees ആണ് പെർ ഷെയർ നമുക്ക് എന്ത് ചെയ്തത്, ഈ ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് വന്നത്. ഏകദേശം 1:2 റേഞ്ചിൽ നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ട്രേഡ് സെറ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും DMS